ഹായ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് നോജിൻ എന്നാണ്, നോജിൻ വരീക്കൽ. ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, എൻ്റെ വീഡിയോസ് ഞാൻ കുറച്ച് ഇറക്കുന്നുണ്ട്. അതിൽ ഞാനെടുത്ത ഒരു ടോപ്പിക്കാണ് സൂപ്പർ നാച്ചുറൽ പവർ. കുറച്ച് ടോപ്പിക്കിന് കട്ടി അല്ലെങ്കിൽ പ്രാധാന്യം കൂടുതലാണ്. സൂപ്പർ നാച്ചുറൽ പവർ എന്ന് പറയുമ്പം മനുഷ്യരാൽ തടയാനോ അല്ലെങ്കിൽ മനുഷ്യരാൽ അതിനെ തടഞ്ഞു നിർത്താനോ പറ്റാത്ത ഒരു ശക്തിയെയാണ് നമ്മൾ സൂപ്പർ നാച്ചുറൽ പവർ എന്ന് പറയുന്നത്. അത് രണ്ട് വിഭാഗമുണ്ട്. ഒന്ന് പോസിറ്റീവ് ഉണ്ട്, അത് ദൈവികമാണ്. നമ്മൾ പറയാറുണ്ട്, ഞാൻ ധ്യാനം ചെയ്തപ്പോൾ എനിക്കൊരു പോസിറ്റീവ് എനർജി കിട്ടി, അല്ലെങ്കിൽ എനിക്ക് ഒരു ദൈവികമായ അനുഭൂതി ഉണ്ടായി എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതാണ് പോസിറ്റീവ് എനർജി, അതായത് ദൈവികമായ ഇടപെടൽ. വേറൊരു ഇടപെടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവാണ്. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ പൈശാചികത അതിൻ്റെ അത് വരുന്നുണ്ട്. സാത്താൻ സേവ ഇത് ചെയ്യുക, അതുപോലെ തന്നെ ക്രൂരമായിട്ട് മറ്റുള്ളവരെ പീഡിപ്പിക്കുന്ന രീതിയിലുള്ള സ്വഭാവ സവിശേഷതകളുള്ളവരെയൊക്കെ നമ്മൾ ആ ഒരു രീതിയിൽ സൂപ്പർ നാച്ചുറൽ പവർ ഉള്ളവരെ നമ്മൾ നെഗറ്റീവ് സൂപ്പർ നാച്ചുറൽ പവർ എന്ന് പറയും. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് സൂപ്പർ നാച്ചുറൽ പവറിനെ കുറിച്ചാണ്. ഇതിന് ശേഷം ഞാനൊരു ടോപ്പിക് ഇറക്കും, അത് നെഗറ്റീവിനെ കുറിച്ചായിരിക്കും. അപ്പം പോസിറ്റീവ് സൂപ്പർ നാച്ചുറൽ പവർ അല്ലേ, നമ്മുടെ ഏറ്റവും ആവശ്യങ്ങളിലൊന്നാണ് ജലം, അതായത് വെള്ളം, ഭക്ഷണം, അതായത് ഫുഡ്, പിന്നെ ജീവിക്കാനൊരു പാർപ്പിടം. ഇത് മൂന്നുമാണ് മെയിനായിട്ടും മനുഷ്യന് വേണ്ടത്. ജലം, വായു, പാർപ്പിടം, ഭക്ഷണം. 4 ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തെറ്റിയതാ. ഓക്കെ, എനിവേ, അങ്ങനെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ മാത്രം. അതിൽ കൂടുന്നതെല്ലാം ആർഭാടമായിട്ട് നമ്മൾ കണക്കാക്കുന്നതാണ്. എന്നിരുന്നാലും ദൈവത്തെ അറിയുക എന്നത് പ്രധാനപ്പെട്ടതാണ്. ഞാൻ ഇന്നൊരു പാട്ട് കേൾക്കാനിടയായി. ഇടയൻ കൈവിട്ട കുഞ്ഞാടുകൾ ഇരുളിൽ കൈത്തിരി തിരയുമ്പോൾ, അതിൻ്റെ പാട്ട്. അതിൻ്റെ അർത്ഥം ഞാൻ കേട്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു മനസ്സിന് വിഷമം തോന്നി. ഒരു കുഞ്ഞാടെന്ന് പറയുമ്പം നിഷ്കളങ്കതയുടെ അങ്ങേയറ്റത്ത് നിൽക്കുന്നതാണ്. ഒരു പ്രാവിനെ പോലെയൊക്കെ തന്നെയാണ് കുഞ്ഞാടും നമുക്ക് കാണാം. അവരുടെ സ്വഭാവം ഏകദേശം സെയിമായിട്ട് വരും. അപ്പോൾ ഇടയൻ കൈവിട്ട, ഒന്നെങ്കിൽ ഇടയനാൽ അബദ്ധവശ വഴിതെറ്റിപ്പോയതാവാം കുഞ്ഞാടിന്, അതല്ലെങ്കിൽ ഇടയൻ മാറ്റിവിട്ടതാവാം. എന്തു തന്നെയായാലും ആ കുഞ്ഞാടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമായിരിക്കും. അതാണ് നമ്മുടെ ദൈവിക പദ്ധതിയിൽ നമ്മൾ യോജിച്ചു പോകുമ്പം ആ പദ്ധതിയിൽ നിന്നും വഴിവിട്ട് പോയി വേറൊരു വഴിയിലേക്ക് പോയി കഴിഞ്ഞാൽ, നെഗറ്റീവ് വഴിയിലേക്കോ അല്ലെങ്കിൽ ദൈവീയമില്ലാത്തൊരവസ്ഥയിലേക്ക് പോയി കഴിയുമ്പോൾ നമ്മുടെ എല്ലാവരുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇടയൻ കൈവിട്ട കുഞ്ഞാടിനെ പോലെയാണ്. നമുക്ക് പ്രത്യേകിച്ചൊരു ശക്തിയോ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഒരു ലോകമോ സൃഷ്ടിക്കാനായിട്ട് ദൈവിക ശക്തി കൂടാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ദൈവിക ശക്തി കൂടാതെ ഒന്നും കഴിയില്ല എന്ന് 100% ഉറപ്പാണ്. അപ്പോൾ നമ്മൾ എന്തിനാണ് അഹങ്കരിക്കുന്നത്? ഞാനും എന്നെയും കൂടെ കൂട്ടിയിട്ടോ. അപ്പോൾ നമ്മൾ എന്തിനാണ് അഹങ്കരിക്കുന്നത്? അഹങ്കാരം മനുഷ്യന് ഒരു നന്മയും ചെയ്യുന്നില്ല, തിന്മ മാത്രമേ ചെയ്യുന്നുള്ളൂ. അഹങ്കാരികളെ ദൈവത്തിന് ഒട്ടും ഇഷ്ടമല്ല. പിന്നെ ആ കുഞ്ഞാട്, അയ്യോ, എനിക്ക് ആ പാട്ട് കേട്ടപ്പോൾ ആ കുഞ്ഞാടിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഞാനൊന്ന് ഇങ്ങനെ ചിന്തിച്ചു പോയി. അയ്യോ, വളരെ ദയനം.
ഈ ചെന്നായ്ക്കളുടെ ഇടയിലെങ്ങാനും പെട്ട് കഴിഞ്ഞാൽ ആ കുഞ്ഞാടിൻ്റെ അവസ്ഥ വലിച്ചു കീറപ്പെടും, കൊല്ലപ്പെടും. അപ്പോൾ നമ്മളെപ്പോഴും ദൈവത്തോട്, ഇടയനോട് അടുത്തിരിക്കുക. നമ്മളാണ് ഓരോ കുഞ്ഞാടായിട്ട് കാണപ്പെടുന്നത്. നമ്മളെ ദൈവത്തോട് അടുത്തിരിക്കുക. അപ്പം ഇടയൻ, നല്ല ഇടയൻ എന്ന് പറയുന്നത് ദൈവമാണ്. അപ്പം ആ ഇടയൻ്റെ കൂടെ നിൽക്കുമ്പം നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഇടയൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ നമുക്ക് പേടിക്കാനൊന്നുമില്ല. ഇടയൻ കൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത നമുക്ക് വരും. ബട്ട് അങ്ങനെ കൂടെ ആയിരിക്കണം, ദൈവത്തോട് കൂടെ ആയിരിക്കണം നമ്മൾ. എങ്കിലേ അതിനൊരു എനർജി ഉള്ളൂ. പിന്നെ നമ്മൾ സന്തോഷിക്കാനും ഇടയൻ കൈകളിലും തോളത്ത് വെച്ച് നമ്മളെ കൊണ്ടുപോകും. അതൊക്കെ ഒരു പോസിറ്റീവ് എനർജിയുടെ ഹൈ ലെവലാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും ഇടയനോട് കൂടെ നിൽക്കുക. പിന്നെ വേറെന്താ ഇപ്പോൾ വിഷയം? ഇടയനോടൊപ്പം നിൽക്കുമ്പം, ഇടയനോട് കൂടെ നിൽക്കുന്ന ആടുകളെല്ലാം ദൈവികമായിട്ടുള്ള ആടുകളായിരിക്കും. അല്ലാത്ത ആടുകൾ വഴിതെറ്റി പോകും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. അപ്പം ആ കൂട്ടുകെട്ട് നല്ലതായിരിക്കും. ഇടയനോട് കൂടെയുള്ള ഇടയനോട് കൂടെയുള്ള ആടുകളോടൊപ്പമുള്ള ആ ഒരു കൂട്ടുകെട്ടില്ലേ, ആ കൂട്ടുകെട്ട് നല്ലതായിരിക്കും. അല്ലാത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന് മാറി നല്ല കൂട്ടുകെട്ടുകളിലേക്ക് വരും. അപ്പം തന്നെ നമുക്ക് കൂടുതൽ മേന്മയല്ല, ഒരു സന്തോഷം വരും. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ദൈവികമായ ഇടപെടലുകൾ കണ്ടുകൊണ്ടിരിക്കും. നമുക്ക് അങ്ങനെ പല കാര്യങ്ങളും നമുക്കറിയാൻ പറ്റും. എനിവേ, ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ദൈവമായിട്ട് കൂടുതൽ അടുക്കുക. ഇനി എത്ര നാളുണ്ടെന്ന് നമുക്കറിയില്ല. ദൈവത്തിൻ്റെ കൈകളിലാണ്. സോ എല്ലാം ദൈവത്തിൻ്റെ കൈകളിലാണെന്നുള്ള ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാം. ഞാൻ പറഞ്ഞത് സൂപ്പർ നാച്ചുറൽ പവറിനെ കുറിച്ചാണ്. ഒരു കാന്തത്തിന് പോസിറ്റീവ് എനർജി ഉണ്ട്, നെഗറ്റീവ് എനർജി ഉണ്ട്. നമ്മൾ പോസിറ്റീവ് എനർജി സ്വീകരിക്കണം, നെഗറ്റീവ് എനർജിയെ തള്ളിക്കളയുക. കാരണം പോസിറ്റീവ് എനർജിയുടെ, കാന്തത്തിൻ്റെ അല്ല ഉദ്ദേശിച്ചത്, നമ്മൾ ആ ജീവിതത്തിൻ്റെ പോസിറ്റീവ് നെഗറ്റീവിനെ കുറിച്ചാണ് കണക്കാക്കുന്നത്. നെഗറ്റീവ് എപ്പോഴും സ്വീകരിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് മാത്രമേ നമ്മളിൽ നിന്ന് വരുള്ളൂ. നമ്മളിൽ നിന്ന് നെഗറ്റീവ് എനർജി ആയിരിക്കും പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക, തള്ളപ്പെടും. നമ്മളിൽ നിന്നും നെഗറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യപ്പെടും. അത് വേണ്ട. നമ്മളിൽ നിന്നും പോസിറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യപ്പെടട്ടെ. നമ്മളിലേക്ക് പോസിറ്റീവ് ആൾക്കാർ അടുക്കട്ടെ. നമ്മളിലേക്ക് വരുന്നവരും പോസിറ്റീവ് ആകട്ടെ. അങ്ങനെ നമ്മൾ വലിയൊരു ദൈവത്താൽ നിയോഗിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറട്ടെ. ദൈവാനുഭൂതിയിൽ വളർന്ന് ദൈവത്തിൻ്റെ ഒപ്പം, ദൈവത്തിൻ്റെ കയ്യിൽ, ദൈവത്തിൻ്റെ തോളയിൽ ഒക്കെ ഇരിക്കുന്ന ഒരു ചെറിയൊരു കുഞ്ഞാട് പോലെ, ഇടയൻ്റെ ഓമനയായ കുഞ്ഞാട് പോലെ നമുക്ക് ജീവിക്കാം. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. അപ്പം ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. ഓവറായിട്ട് എനിക്ക് പറഞ്ഞ് നീട്ടിക്കണം എന്ന് ആഗ്രഹമില്ല. എന്നാലും ഞാനൊരു വചനം എടുത്ത് നിർത്തുകയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഏതൊരു വീഡിയോ എടുത്തു കഴിഞ്ഞാലും വചനം എടുത്ത് നിർത്തുമെന്ന്. അതുകൊണ്ട് പ്രാവശ്യം ഒരു വചനം എടുക്കുകയാണ്. ദൈവത്തിന് വിധേയരായിരിക്കുവിൻ, പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകന്നുകൊള്ളും. യാക്കോബ് 4:7. ഇതിൻ്റെ അർത്ഥം തന്നെ നമുക്ക് മനസ്സിലായാലോ. ഞാൻ പറഞ്ഞതിന് അർത്ഥം ഞാൻ ഇത് എഴുതി വെച്ചിട്ട് പറഞ്ഞൊന്നുമല്ല, അപ്പോൾ എടുത്തപ്പോൾ കിട്ടിയതാണ്. നമ്മൾ പറഞ്ഞ ടോപ്പിക്കുമായിട്ട് ഇതിന് നല്ല ബന്ധമുണ്ട്. ദൈവത്തിന് വിധേയരായിരിക്കുവിൻ, ഓക്കെ, പിശാചിനെ ചെറുത്ത് നിൽക്കുവിൻ, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകന്നുകൊള്ളും. യാക്കോബ് 4:7. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംസ്കരിക്കുകയാണ്. അങ്ങനെ കണ്ടല്ലൊക്കെ പറയുന്നത്. ചെറിയ ചെറിയ പോരായ്മകളൊക്കെ നിങ്ങളങ്ങ് പൊറുക്കുക. നമ്മളെക്കൊണ്ട് ഇതൊക്കെ പറ്റുള്ളൂ. പക്ഷെ പറയേണ്ട കാര്യം പറയേണ്ട പോലെ, പറയേണ്ട രീതിയിൽ, എന്നെക്കൊണ്ട് പറയാൻ പറ്റുന്ന രീതിയിൽ ഞാൻ പറയും. ഇത് അഹങ്കാരത്തിൻ്റെ വാക്കുകളൊന്നുമല്ല. ബട്ട് എന്നിൽ നിന്നും വരേണ്ടത് അത് എന്ത് തന്നെയായാലും അത് എന്നിൽ നിന്നും വന്നിരിക്കും. അതിന് ഉടയവൻ ദൈവം നിയോഗിച്ചതാണ്.
അപ്പം ഞാനത് ചെയ്തില്ലെങ്കിൽ അതെനിക്ക് കർമ്മത്തിൻ്റെ എൻ്റെ ഇത് വരും, എനിക്ക് ചെയ്യാത്തതിൻ്റെ ഒരു ഇത് വരും, കുറ്റബോധം വരും. സോ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക. ഷെയർ ചെയ്യുകയാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. പിന്നെ എല്ലാവരോടും സന്തോഷത്തോടും ഹാപ്പി ആയിട്ടും പെരുമാറുക. നമ്മൾ ചിരിക്കുന്നത് എപ്പോഴും മറ്റുള്ളവരെ ആക്കിച്ചിരിക്കലല്ല, നമ്മുടെ മുഖത്തെ പുഞ്ചിരി മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അവരുടെ മുഖത്ത് അതൊരു അവരുടെ മനസ്സിൽ നമ്മുടെ ചിരിയാണ് അവർക്കൊരു പോസിറ്റീവ് എനർജി കൊടുക്കുന്നത്. ആക്കിച്ചിരി അല്ലാന്ന് ഞാൻ പിന്നെ പ്രത്യേകം പറയുന്നു. നമ്മൾ ചിരിക്കുമ്പോൾ അവരുടെ മനസ്സിലൊരു സന്തോഷം വരും. ആ സന്തോഷമാണ് നമുക്ക് കാണേണ്ടത്. അങ്ങനെ നല്ല വ്യക്തമായ രീതിയിൽ നമ്മൾ ചിരിച്ച് കൊണ്ടുപോകുക. ടോപ്പിക്ക് പറയുകയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കും. ഞാൻ ടോപ്പിക്ക് ഇവിടെ ഉപസംസ്കരിക്കുകയാണ്. അപ്പോൾ കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിന് 1000 നന്ദി. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ ആരാധന. അപ്പോൾ ഞാനിവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കേട്ടിരുന്ന ആദ്യം തൊട്ട് അവസാനം വരെ കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. താങ്ക് യു.